പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 25 വരെ വാക്യങ്ങൾ. ഈശോ ദേവാലയം ശുദ്ധീകരിക്കുന്ന ഭാഗമാണ് ഇന്ന് തിരുവചനത്തിലെ ധ്യാന വിഷയം. ഇന്നലെ ഇതിന് തൊട്ടു മുമ്പുണ്ടായിരുന്ന കാനായിലെ കല്യാണ വിരുന്നായിരുന്നു നമ്മൾ വായിച്ച് ധ്യാനിച്ചത്. ഈശോ യഹൂദരുടെ തിരുനാളായിരുന്നതിനാൽ ജെറൂസലമിലേക്ക് പോയെന്നും അവിടെ ദേവാലയത്തിൽ ചെന്നപ്പോൾ കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാനിരിക്കുന്നവരെയും ഒക്കെ കണ്ടുവെന്നും അവരെ പുറത്താക്കിയെന്നും തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു. ദേവാലയത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ അവിടെ കണ്ട കാഴ്ചകൾ തെറ്റായിരുന്നുവെന്ന് ഈശോയ്ക്ക് തോന്നി. ഈശോയ്ക്ക് അത് കണ്ടപ്പോഴേ മനസ്സിലായി. എന്നാൽ എല്ലാ കാര്യത്തിലും കൃത്യമായ നിയമങ്ങൾ പാലിക്കണമെന്ന് നിഷ്കർഷിച്ചിരുന്ന, കാർക്കശ്യം പിടിച്ചിരുന്ന പുരോഹിതന്മാർക്കും നിയമജ്ഞർക്കും പോലും ദേവാലയത്തിൽ നടന്നിരുന്ന അസാധാരണമായ കാര്യങ്ങൾ തെറ്റാണ് എന്ന് തോന്നിയിരുന്നില്ല. അത് സാധാരണ ജീവിതത്തിന്റെ ഭാഗമായിട്ട് അവിടെ നടക്കുന്നതാണ് എന്ന രീതിയിൽ അവരതിനെ അനുവദിച്ചു വിടുകയായിരുന്നു. എന്നാൽ ഈശോയ്ക്ക് അത് കണ്ടപ്പോൾ തെറ്റാണെന്ന് തോന്നി. ഈശോ അതുകൊണ്ട് എന്ത് തുടർന്ന് ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അവരെയെല്ലാം ആ കാര്യങ്ങളോടുകൂടി ആ ആളുകളെയും പുറത്താക്കി. ഈശോ തുടർന്ന് പറയുന്ന ഭാഗത്ത് പറയുന്നു, തൻ്റെ ശരീരമാണ് ദേവാലയം. ആ രീതിയിൽ നമ്മുടെ ശരീരവും ദേവാലയമാണ്. നമ്മുടെ ശരീരത്തിലും നമ്മുടെ ജീവിതത്തിലും കുഴപ്പമില്ല, സാരമില്ല, സാധാരണ എല്ലാവരും ചെയ്യുന്നതാണ്. ഇത് ലോകത്തിൽ പൊതുവെ ഇപ്പോൾ അംഗീകരിക്കപ്പെടുന്ന ഒരു കാര്യമാണ്, അത് തെറ്റല്ല എന്ന ചിന്തകളോടെ നമ്മുടെ ചിന്തയിലും നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ശരീരത്തിലും ജീവിതത്തിലും ഒക്കെ നടക്കുന്ന കാര്യങ്ങളെ നമ്മൾ ലഘൂകരിച്ച് കാണുകയും നിസ്സാരവൽക്കരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഈശോ ഇന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നു, ദൈവികമായ കണ്ണോടുകൂടി ഈശോ ആ ദേവാലയത്തെ കണ്ടതുപോലെ നമ്മുടെ ദേവാലയമാകുന്ന ശരീരത്തെ, ജീവിതത്തെ, മനസ്സിനെ നോക്കിക്കാണാൻ ആവശ്യപ്പെടുന്നു. അവിടെ ദേവാലയത്തിന്റെ വിശുദ്ധിക്ക് ചേരാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അത് പുറത്താക്കപ്പെടേണ്ടത് തന്നെയാണെന്ന് ഈശോ ഇന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, പുതിയ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളുടെ ഇന്നത്തെ ദിവസം അങ്ങേക്ക് പൂർണ്ണമായി സമർപ്പിക്കുന്നു. എല്ലാം അങ്ങ് ഏറ്റെടുത്ത് നയിച്ച് നിയന്ത്രിച്ച് വിശുദ്ധീകരിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ, മനസ്സിൻ്റെ, ശരീരത്തിൻ്റെ വിശുദ്ധിക്ക് ചേരാത്ത കാര്യങ്ങൾ കാണുമ്പോൾ അങ്ങയുടേതുപോലുള്ള ദൈവികമായ കണ്ണോടുകൂടി കാണാനും തെറ്റായ കാര്യങ്ങളെ നിർബന്ധപൂർവ്വം പുറത്താക്കി ജീവിതത്തിൻ്റെ വിശുദ്ധി പൂർണ്ണമായും പാലിച്ച് അങ്ങേക്ക് പ്രിയപ്പെട്ടവരാകുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ ഇന്നത്തെ എല്ലാ പ്രവർത്തനങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.